നമസ്കാരം. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാണ് കേസ്. സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും കേസെടുത്തു. എംഎൽഎയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. മതിയായ സുരക്ഷയില്ലാതെ അശ്രദ്ധമായിട്ടാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു. ഇന്നലെ രാത്രി തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് അപകടമുണ്ടായ സ്ഥലം പരിശോധിച്ചിരുന്നു. 12 അടി ഉയരത്തിലാണ് ഗ്യാലറി ക്രമീകരിച്ചത്. 55 അടി നീളമുള്ള സ്റ്റേജിൽ 8 അടി വീതിയിലാണ് കസേരകളിടാൻ സ്ഥലമൊരുക്കിയത്. ദുർബലമായ ക്യൂ ബാരിയേഴ്സ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരി ഒരുക്കിയത്. പിന്നാലെ കേസെടുക്കാൻ ADGP മനോജ് എബ്രഹാം കൊച്ചി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. റിനെ മെഡിസിറ്റി ആശുപത്രിയിലുള്ള MLAക്ക് വെന്റിലേറ്ററിന്റെ സഹായമുണ്ട്. പ്രത്യേക മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിലാണ് നിലവിൽ ഉമാ തോമസ്. രാവിലെ 10:30 അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരും. 10,000-കണക്കിന് ആളുകൾ ക്രിക്കറ്റ് അടക്കമുള്ള കായിക മത്സരങ്ങൾ കാണാനെത്തുന്ന സ്റ്റേഡിയമാണ് കലൂരിലേത്. ഇതുവരെ ഇത്തരത്തിലൊരു അപകടം സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടില്ല. സ്റ്റേഡിയത്തിന്റെ പുറത്തുനിന്ന് അകത്തേക്ക് പടികൾ കയറി 1-ാം നിലയിലേക്കും അവിടെ നിന്ന് 2-ാം നിലയിലേക്കും പ്രവേശിക്കാവുന്ന രീതിയിലാണ് സ്റ്റേഡിയത്തിന്റെ ഘടന. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം MLAയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്നലെ പുറത്തിറക്കിയിരുന്നു. തലയ്ക്ക് പരിക്ക് ഗുരുതരമാണെങ്കിൽ കൂടിയും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലെന്ന് ഡോക്ടർ മിഷാൽ ജോണി അറിയിച്ചു. ആശുപത്രിയിൽ എത്തുമ്പോൾ അബോധാവസ്ഥയിലായിരുന്ന ഉമാ തോമസിന്റെ GDS സ്കോർ 8 ആയിരുന്നു. അടിയന്തരമായി രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും എക്സ്റേ, CT സ്കാൻ എന്നിവയടക്കമുള്ള വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു. CT സ്കാനിൽ തലയ്ക്ക് ഗ്രേഡ് 2 ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി ഉള്ളതായി കണ്ടെത്തി. കൂടാതെ സെർവിക്കൽ സ്പൈനിലും പരിക്കുകൾ കണ്ടെത്തി. വീഴ്ചയുടെ ആഘാതത്തിൽ മുഖത്തും വാരിയെല്ലുകൾക്കും ഒടിവുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളതിനാൽ ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. റിനെ മെഡിസിറ്റിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ മിഷാൽ ജോണി, ഓർത്തോപീഡിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ ബാബു ജോസഫ്, ഡോക്ടർ ജസ്റ്റിൽ, ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ രാഹുൽ ചന്ദ്രൻ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രഞ്ജിത് കുമാർ BC, ഒഫ്താൽമോളജി വിഭാഗത്തിലെ ഡോക്ടർ രേഖ ജോർജ്, ENT സർജൻ ഡോക്ടർ പൂജ പ്രസാദ്, ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗൗതം ചന്ദ്രൻ, പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ മധു KS, മെഡിക്കൽ ഡയറക്ടറും ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് MLA ചികിത്സിക്കുന്നത്. നിലവിൽ MLA തീവ്രപരിചരണ വിഭാഗത്തിൽ കൂടുതൽ പരിശോധനകൾക്കും ചികിത്സയ്ക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തലയുടെ പരിക്ക് ഗുരുതരമാണെങ്കിൽ കൂടി അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. പ്രാഥമികമായി എടുത്ത CT സ്കാനിൽ അസ്ഥികൾക്ക് ഗുരുതരമായ ഒടിവുകളില്ലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മുറിവുകൾക്ക് തുന്നൽ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിലുള്ള MLAയുടെ പുരോഗതി 24 മണിക്കൂർ നേരത്തെ നിരീക്ഷണത്തിന് ശേഷമേ പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. അതേസമയം ആരോഗ്യവകുപ്പിലെ വിദഗ്ധ മെഡിക്കൽ സംഘം ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെയും എറണാകുളം മെഡിക്കൽ കോളേജിലെയും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് MLA നിരീക്ഷിക്കുന്നത്. ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡിന് പുറമെയാണിത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി P. രാജുവുമായി മന്ത്രി വീണ ജോർജ് ആശയവിനിമയം നടത്തിയിരുന്നു. കൂടാതെ ചികിത്സയിലുള്ള ആശുപത്രിയിലെ ഡോക്ടർമാരുമായി മന്ത്രി സംസാരിച്ചു. അതേസമയം ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരത്തെ ഭയപ്പെട്ടതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പോഴില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്നത് ശുഭകരമായ വിവരങ്ങളാണ്. ആരോഗ്യനില അപകടകരമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചുവരികയാണ്. തലയ്ക്ക് പരിക്കുണ്ട്. അതിനാലാണ് 24 മണിക്കൂർ നിരീക്ഷണമെന്നും ആവശ്യമായ എല്ലാ വൈദ്യസഹായം നൽകുമെന്നും VD സതീശൻ പറഞ്ഞു.